തെക്കൻ ഇറ്റലിയിൽ മോന്തെ സാൻ ആഞ്ചലോ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഫോജ്ജ പ്രവിൻഷ്യയിൽ ഗാർഗാനോ മലയുടെ ദക്ഷിണ ചരിവുകളിലാണ്. ഇവിടെയാണ് വിശുദ്ധ മിഖായേൽ ദൂതൻ്റെ പുരാതനമായ ദേവാലയം. 6-ാം നൂറ്റാണ്ട് മുതലുള്ള തീർത്ഥാടന ചരിത്രമുണ്ട് ഗുഹയ്ക്കുള്ളിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ അപൂർവ ദേവാലയത്തിന്. ജീൻ റിച്ചർ എന്ന ഫ്രഞ്ച് മിത്തോളജിസ്റ്റിൻ്റെ കണ്ടെത്തലനുസരിച്ച് ഭൂപടത്തിൽ വിശുദ്ധ മിഖായേലിൻ്റെ പേരിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന 7 ദേവാലയങ്ങൾ ഒരു സാങ്കല്പിക രേഖയിൽ ഒന്നുചേരുന്നുണ്ട്. അയർലൻഡ്, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ഇറ്റലി, ഗ്രീസ്, ഇസ്രായേൽ എന്നീ രാജ്യങ്ങളെ സ്പർശിക്കുന്ന സെയിൻറ്റ് മൈക്കിൾ ആക്സിസ് ഒരു അപൂർവ പ്രതിഭാസമാണ്. വിശ്വാസികൾ ഈ സാങ്കല്പിക രേഖയെ വിശുദ്ധ മിഖായേലിൻ്റെ സ്വർഗത്തിൽ നിന്നുള്ള സംരക്ഷണ വാളായി കണക്കാക്കുന്നു. അയർലൻഡിൽ വിശുദ്ധ മിഖായേലിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന സ്കെല്ലിക് മിഖായേൽ എന്ന ദ്വീപ് മൊണാസ്ട്രി മുതൽ ജെറുസലേമിൽ കാർമൽ മലയിൽ വിശുദ്ധന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന സ്റ്റെല്ല മാരിസ് ആശ്രമം വരെ നീണ്ടു നിൽക്കുന്ന വിശുദ്ധ മിഖായേൽ ആക്സിസ് എന്ന സാങ്കല്പിക രേഖ 5ാമതായി കടന്നു പോകുന്നത് ഇറ്റലിയിലെ ഈ ദേവാലയത്തിന് മുകളിലൂടെയാണ്. അടിസ്ഥാനപരമായി ഗ്രീക്ക് മാതൃകയിലാണ് ഈ ദേവാലയം പണിയപ്പെട്ടിരിക്കുന്നത്. അഷ്ടമുഖമുള്ള മണിമേട ഈ ദേവാലയത്തിൻ്റെ പ്രധാന ആകർഷണമാണ്. വിശുദ്ധ തോമസ് അക്വീനാസും വിശുദ്ധ ഫ്രാൻസിസ് അസീസിയും വിശുദ്ധ കാതറിൻ ഓഫ് സിയന്നയും ഒക്കെ ഈ ഗുഹാദേവാലയം സന്ദർശിച്ചിരുന്നതായി ചരിത്രം പറയുന്നു. 1917 വിശുദ്ധ പാദ്രെ പിയോയും 1987 വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പയും ഇവിടം സന്ദർശിച്ചിട്ടുണ്ട് എന്നറിയുമ്പോൾ ഈ ദേവാലയത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിയുവാൻ സാധിക്കും. അഞ്ചാം നൂറ്റാണ്ടിലുണ്ടായ 3 പ്രത്യക്ഷങ്ങളാണ് ഈ ദേവാലയത്തിന് ഉത്ഭവ കാരണമായി പറയപ്പെടുന്നത്. നഷ്ടപ്പെട്ട കാളയെ അന്വേഷിച്ചിറങ്ങിയ ഉടമ അതിനെ കണ്ടെത്തിയത് ഈ ഗുഹയുടെ മുമ്പിൽ കുമ്പിട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ്. ദേഷ്യം മൂലം കാളയെ അമ്പെയ്ത ഉടമയുടെ കാൽകൾ തന്നെ അമ്പ് തറച്ചതോടെ ദൈവാനുഭവമുണ്ടായ അദ്ദേഹം അവിടെയുള്ള ബിഷപ്പിനെ പോയി കണ്ടെത്തേ. തുടർന്ന് ബിഷപ്പ് ലോറൻസോ മൈറോനായ്ക്ക് മിഖായേൽ ദേവദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ഈ ഗുഹ വിശുദ്ധമാണെന്നറിയിച്ചു. ഇവിടെ കയറുന്നവർക്ക് പാപങ്ങളിൽ നിന്നുള്ള മോചനവും തിന്മയുടെ സ്വാധീനത്തിൽ നിന്നുള്ള രക്ഷയും വാഗ്ദാനം ചെയ്തു. AD 490 ഈ ദർശനം. പിന്നീട് 492 493 ദർശനങ്ങളുണ്ടായി. 2ാമത്തെ ദർശനത്തിൻ്റെ ഫലമായി സിപ്പോന്തോ പട്ടണം യുദ്ധം ജയിക്കുകയാണ് ഉണ്ടായത്. സ്വർഗീയ ബസിലിക്ക എന്ന മറ്റൊരു പേരും ഈ ദേവാലയത്തിനുണ്ട്. ഈ ഗുഹയിലെ പ്രകൃതിദത്തമായ ബലിപീഠം വെഞ്ചരിക്കുവാൻ ഒരുങ്ങിയ ബിഷപ്പിനോട് അതെന്നേക്കുമായി താൻ വിശുദ്ധീകരിച്ചു കഴിഞ്ഞു എന്ന് വിശുദ്ധ മിഖായേൽ ദൂതൻ അറിയിച്ചത്രേ. അതുകൊണ്ടാണ് സ്വർഗം വെഞ്ചരിച്ച ബസിലിക്ക എന്ന പേര്. ചിലപ്പോൾ ഒരു മേൽപ്പട്ടക്കാരനാൽ വെഞ്ചരിക്കപ്പെടാത്ത ഭൂമിയിലെ ഏക ദേവാലയവും ഇതായിരിക്കാം. ഈ തീർത്ഥാടന കേന്ദ്രം ഉൾക്കൊള്ളുന്ന ഗാർഗാനോ മലമ്പ്രദേശത്തോട് ചേർന്ന് മാൻഫ്രദോണിയ കടൽത്തീരവും സഞ്ചാര സാധ്യതകളുമുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള വിശുദ്ധ നാട്ടിലേക്കുള്ള തീർത്ഥാടനം പ്രധാനമായും ഈ തീരം വഴി ആയിരുന്നത്രേ. അതുകൊണ്ട് തന്നെ സഞ്ചാരമാർഗ്ഗയുള്ള ഈ ദേവാലയവും കൂടുതൽ പ്രസിദ്ധമായിത്തീർന്നു. യുനെസ്കോയുടെ ലോക പൈതൃക ശ്രേണിയിൽ ഉൾപ്പെട്ടിരിക്കുന്നതാണ് ഈ ദേവാലയവും ഇതിൻ്റെ പരിസരവും. അതിനാൽ തന്നെ വിശ്വാസികൾക്കും
വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ് ഈ പുരാതന ദേവാലയം.